ഗുരുവും ശിഷ്യന്മാരും കൂടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആശ്രമത്തിലെ പൂച്ച വന്ന് അവിടെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങിയത്. പ്രാർത്ഥനയ്ക്ക് പൂച്ചയുടെ കരച്ചിലൊരു തടസ്സമായപ്പോൾ ഗുരു ശിഷ്യന്മാരിൽ ഒരുവനെ വിളിച്ചിട്ട് പറഞ്ഞു, പൂച്ചയെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയെന്ന്. അങ്ങനെ ശിഷ്യൻ പൂച്ചയെ കൊണ്ടുപോയി കെട്ടിയിട്ടു. പിറ്റേന്ന് മുതൽ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പേ ശിഷ്യൻ പൂച്ചയെ പിടിച്ച് കെട്ടിയിടും. അതിനുശേഷം വന്ന് പ്രാർത്ഥന ആരംഭിക്കും. കാലം കടന്നുപോയി. ഗുരു മരിച്ചുപോയിട്ടും ശിഷ്യന്മാർ ആ പതിവ് തുടർന്നു. അവരുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ പൂച്ചയെ പിടിച്ച് കെട്ടിയിടുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പൂച്ച ചത്തുപോയി. പിന്നീടാണ് അവർക്ക് പ്രശ്നമായത്. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് പൂച്ചയെ കെട്ടിയിടുവാൻ പൂച്ചയില്ലാത്ത അവസ്ഥ. അവർ ദൂരദേശത്ത് പോയി ഒരു പൂച്ചയെ വാങ്ങി അതിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടാണ് അന്ന് പ്രാർത്ഥന ആരംഭിച്ചത്. പ്രിയരെ, ഇത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചില ആചാരങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അതെന്തിനു വേണ്ടി തുടങ്ങിയോ അതിന് ലക്ഷ്യമെന്തായിരുന്നുവോ എന്നറിയാതെ വെറും ഒരു ആചാരത്തിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളായി മാറും. ആചാരങ്ങളുടെ അർത്ഥം എന്തെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്തെന്ന് അറിയാത്ത ഭോഷന്മാരായി മാറുമെന്നേ. ഗോഡ് ബ്ലെസ് യു.